വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മാർബിൾ കേക്ക് ഉണ്ടാക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഇത് റവ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. റവ 1 കപ്പും മൈദ 1/2 കപ്പും എടുത്തിട്ടുണ്ട്. വനില എസൻസ്, കോഫി എസൻസ്, 3 മുട്ട എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ചോക്ലേറ്റ് പൗഡർ. ചോക്ലേറ്റ് പൗഡറാണ് എടുത്തിരിക്കുന്നത്, കൊക്കോ പൗഡർ അല്ല. അതുകൊണ്ടാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. നമുക്ക് മുട്ട മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനിതിൽ മിക്സിയാണ് ഉപയോഗിക്കുന്നത്, ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് മിക്സിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരുന്നതാണ്. മിക്സിയിൽ നമുക്കുണ്ടാക്കാം. അപ്പോൾ മിക്സിയിൽ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഷുഗർ ചേർക്കാം. ഷുഗർ പൗഡർ ഷുഗറല്ല, ഗ്രാനുൾ ഷുഗറാണ്. അത് പൊടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ 3/4 കപ്പ് ചേർക്കുന്നുണ്ട്. 1 കപ്പാണ് കണക്ക്. ഞാൻ മധുരം കുറച്ചതാണ്. ചോക്ലേറ്റ് പൗഡറിന് മധുരം ഉള്ളതുകൊണ്ട് മധുരം കുറച്ചതാണ്. ഇതിപ്പോൾ 3/4 കപ്പ് ചേർത്തിട്ടുള്ളൂ. വനില എസൻസ് ചേർക്കണം. ഈ സമയത്ത് തന്നെ ചേർക്കണം, എങ്കിലേ മുട്ടയുടെ മണം ഇല്ലാതിരിക്കുള്ളൂ. പിന്നീട് ചേർക്കുമ്പോൾ മുട്ട മണം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ചേർത്താൽ ബേക്ക് ആകുമ്പോൾ മുട്ടയുടെ മണം ഒട്ടും വരില്ല. വനില എക്സ്ട്രാക്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്താൽ നല്ല മണമായിരിക്കും. വനില എസൻസിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് വേണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇങ്ങനെ ഇതിലേക്ക് ഇനി ഓയിൽ ചേർക്കണം. ഓയിൽ 1/2 കപ്പാണ്. 1/4 കപ്പിൻ്റെ കപ്പിൽ ഇപ്പോൾ 2 കപ്പ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. 1/2 കപ്പ് ഓയിലാണ് കണക്ക്. ഇതിനിയും 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ല പതഞ്ഞ് വരും. ഇങ്ങനെ ആക്കി എടുക്കണം. നല്ല പ്ലഫി ആയിട്ട് നല്ല പതഞ്ഞിട്ടുള്ള ബാറ്ററായിട്ട് വരും. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുൻപ് നമുക്ക് റവ ഒന്ന് പൊടിച്ചെടുക്കണം. റവ പൊടിച്ചിട്ടുണ്ട്. റവ തരികളുള്ളത് കൊണ്ടാണ് പൊടിച്ചെടുക്കുന്നത്. അതിലേക്ക് മൈദയും കൂടി ആഡ് ചെയ്തു. മൈദ 1/2 കപ്പ് ചേർത്തിട്ടുള്ളൂ. റവ 1 കപ്പ് എടുത്തിട്ടുണ്ട്. റവ നന്നായിട്ട് പൊടിക്കുന്നത് കേക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആവാനാണ്. ഇനി ഇതിലേക്ക് ഈ പൊടികൾ ആഡ് ചെയ്യാം. പൊടികൾ ആഡ് ചെയ്യുമ്പോൾ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. പാലിന് അളവില്ല, നമ്മുടെ ബാറ്ററി ലൂസാകുന്നതനുസരിച്ച് ചേർക്കണം. ഇതിപ്പോൾ 1/2 കപ്പ് ഞാൻ ഒഴിക്കുന്നുണ്ട്, വീണ്ടും വേണ്ടി വരും. മൊത്തം 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചായിട്ട് ചേർത്ത് നോക്കാം. ഇതിപ്പോൾ കറക്റ്റാണ്. ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ബാറ്റർ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റവ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടിയാകും. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് കട്ടിയാകും. അതുവരെ ഇങ്ങനെ മാറ്റി വയ്ക്കണം. അതിനുശേഷം ബാക്കി ചെയ്യാം. മൂടി വെച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാൻ. ഇപ്പോൾ ഇത് ഇളക്കുമ്പോൾ നമുക്ക് കട്ടി ഫീൽ ചെയ്യും. നല്ലതായിട്ട് മുറുക്കം ഫീൽ ചെയ്യും. നല്ലതായിട്ട് വെള്ളമൊക്കെ ആ റവ ഒബ്സർവ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാരണം നമ്മളിനിയും പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യാം. ഇതൊരു പ്രത്യേക മെത്തേഡിലാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ. ഇത് പാലിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് തനിയെ പൗഡർ ഫോമിലിട്ടാൽ നന്നായി മിക്സ് ആവില്ല. അപ്പോൾ പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ആവും. നന്നായിട്ട് പൊങ്ങി വരും. പെട്ടെന്ന് കേക്ക് റെഡിയായി കിട്ടും. ഇത് കണ്ടോ, ബേക്കിംഗ് സോഡയുടെ ഒരു ഇതാണ് ഈ പതഞ്ഞ് പൊങ്ങി വരുന്നത്. ഇപ്പോൾ ഈ ഫോമിൽ നമുക്ക് ചേർക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് സ്പീഡിൽ ഇളക്കരുത്, പതുക്കെ മിക്സാക്കി എടുക്കുക. അതാണ്. പാല് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം.
ഈ ബാറ്റർ കണ്ടാൽ അറിയാം കേക്ക് നന്നായിട്ട് വരുമോയെന്ന്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ടുള്ളത് കൊണ്ട് കേക്ക് നന്നായിട്ട് വരും. ഇത് സിനമൺ പൗഡറാണ്. സിനമൺ പൗഡറും ഫ്ലേവറിന് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. ഹെൽത്ത് വൈസ് നല്ലതാണ് സിനമൺ പൗഡർ കഴിക്കുന്നത്. നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. നല്ലൊരു ഫ്ലേവറുണ്ട് സിനമൺ പൗഡർ കൂടെ ചേർക്കുമ്പോൾ. ഈ സിനമൺ പൊടിച്ചെടുക്കരുത്. നമ്മൾ പട്ട എന്ന് പറഞ്ഞ സാധനമാണിത്. ഇത് പൊടിച്ചെടുത്താൽ ഇതിന് തരി ഉണ്ടാവും. നമ്മൾ ഇതിൻ്റെ പൗഡർ മേടിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഒട്ടും തരി ഉണ്ടാവില്ല, ഫൈൻ പൗഡർ ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ വേറൊരു ബൗളിലേക്ക് ബാറ്റർ പകുതി മാറ്റാം. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് പൗഡർ മിക്സ് ചെയ്യാം. കൊക്കോ പൗഡർ ആഡ് ചെയ്യുവാണെങ്കിൽ 2 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്താൽ മതി, അധികം ചേർക്കരുത്. പഞ്ചസാരയുടെ അളവ് കൂട്ടണം, 1 കപ്പ് തന്നെ ചേർക്കണം, അല്ലെങ്കിൽ കയ്പുണ്ടാവും. ഇത് ചോക്ലേറ്റ് പൗഡറാണ്. ഇതിനകത്ത് മിൽക്ക് പ്ലസ് ഷുഗർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മധുരത്തിൻ്റെ അളവ് കുറച്ചത്. ഇത് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇതേ അളവിൽ കൊക്കോ പൗഡർ ഒരിക്കലും ചേർക്കരുത്. ഞാനിപ്പോൾ 1 കപ്പ് ചോക്ലേറ്റ് പൗഡർ എടുത്തുവെന്നേ ഉള്ളൂ. ഇത്രയും പൗഡറിൻ്റെ ആവശ്യമില്ല, ആവശ്യത്തിന് ചേർത്തെടുത്താൽ മതി. കൊക്കോ പൗഡർ ആകുമ്പോൾ 2 ടീസ്പൂൺ എടുക്കാവുള്ളൂ. ഇത് പാല് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, കട്ടകളൊന്നും ഇല്ലാതെ. ഞാൻ കൂടുതൽ ചോക്ലേറ്റ് പൊടി ചേർക്കുന്നുണ്ട്. ബാറ്റർ കുറവാണ്, അതുകൊണ്ടാണ് കുറച്ചുകൂടി ചേർക്കുന്നത്. ഞാൻ എടുത്ത പാത്രം ചെറുതായി പോയി, കുറച്ചുകൂടി വലിയ ബൗൾ എടുക്കേണ്ടതായിരുന്നു. ഇതിലേക്ക് കോഫി എസൻസ് ചേർക്കുകയാണ്. കോഫി എസൻസ് ഇല്ലെങ്കിൽ കോഫി പൗഡർ, നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡേഴ്സ് ഉണ്ടല്ലോ, ബ്രൂ, നെസ്കഫെ ഒക്കെ, അത് ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ. മറ്റേ കോഫി ചേർക്കരുത്, നമ്മളുടെ ശരിക്കുള്ള ഗ്രാനുവൽ കോഫി പൗഡർ ചേർക്കരുത്. ഞാൻ 2 കേക്ക് ടിന്നിലായിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ഇത് ബേക്കിംഗ് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ മൈക്രോവേവ് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. മൈക്രോവേവ് സാധാരണ എല്ലാവരും ഫുഡ് ചൂടാക്കാനാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ പ്രത്യേകിച്ച് കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കില്ല. പക്ഷേ ഇതിൽ കേക്ക് ബേക്ക് ചെയ്യാം. ടൈം വളരെ കുറച്ച് മതി, 6 to 7 മിനിറ്റൊക്കെ മതി ഈ ട്രേയിലുള്ള ഈ കേക്കൊക്കെ ബേക്കാവാൻ. പക്ഷേ ഈ ബേക്കിംഗ് ചെയ്യുമ്പോൾ സാധാരണ ബേക്കിംഗ് പോലെ നല്ല പുറമൊക്കെ നല്ല ബ്രൗൺ കളറിലൊന്നും ആയി വരില്ല. കുക്കാവും, നല്ല ഫൈനായിട്ട് കുക്കാവും, പക്ഷേ കാണാനായിട്ട് അങ്ങനെ ഒരു കേക്കിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. ആ ബ്രൗൺ കളറിൽ ഇങ്ങനെ സൈഡൊക്കെ മുരിഞ്ഞ് അങ്ങനെയൊന്നും വരില്ല. അതേ ഉള്ളൂ കുഴപ്പം, വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഐസിങ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഐസിങ് കൊണ്ട് കവറിങ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ മൈക്രോവേവിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നുകൂടി എളുപ്പം. വേഗം നമുക്ക് സ്പോഞ്ചായിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒന്നും വേസ്റ്റ് വരില്ല. കറക്റ്റായിട്ട് മുറിച്ച് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇലക്ട്രിക് ഓവനിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്, കേക്കിൻ്റെ ശരിക്കുമുള്ള ഒരു സ്ട്രക്ചർ. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ അടുപ്പിൽ കുക്ക് ചെയ്യാറുണ്ടല്ലോ കേക്ക്, അതും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. നമുക്കിതൊന്നും ഇല്ലെങ്കിൽ അടുപ്പിൽ വെച്ചുണ്ടാക്കാം, എളുപ്പമായിട്ട് നന്നായിട്ട് വരും. ഇത് മൈക്രോവേവിൽ ഞാൻ വെച്ചത്. ഇത് ഞാനിപ്പോൾ 6 മിനിറ്റ്സ് ആണ് വെച്ചുള്ളൂ, ചെറിയ ട്രേ ആയതുകൊണ്ട്. അതിൻ്റെ ആവശ്യമുള്ളൂ, വേഗം ആയിക്കോളും. മറ്റൊരു ട്രേയിലും കൂടെ ഉണ്ടാക്കുവാണ്. ഇത് ബട്ടറിങ് ചെയ്തതാണ്. ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ബട്ടർ തേച്ചിട്ട് ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഉണ്ടാക്കുവാണ്. ഒട്ടും ഒട്ടി പിടിക്കില്ല, നന്നായിട്ട് നമുക്ക് കേക്ക് എടുക്കാൻ പറ്റും. ഈ ടാപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എയർ ഇടയിൽ കയറി കേക്ക് ഇങ്ങനെ ഇടയിൽ ഗ്യാപ്പുകൾ വരും. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡിസൈൻ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. നല്ലപോലെ ഡിസൈൻ ചെയ്താൽ ആ ഡിസൈൻ അങ്ങനെ ഇരിക്കും,
നല്ല ഭംഗിയായിരിക്കും കാണാൻ. കേക്കിൻ്റെ ബാറ്റർ സൈഡിലൊന്നും മേളിലൊന്നും പറ്റരുത്, അതിങ്ങനെ ബേൺ ചെയ്യും ബേക്കാവുമ്പോൾ. കണ്ടോ, കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്താണ്, നല്ല സ്പോഞ്ചിയാണ്. ഇതിൻ്റെ അകവശം ബാക്ക് സൈഡ് കണ്ടാൽ മനസ്സിലാവും മൈക്രോവേവിൽ വെച്ചതിൻ്റെ. അതേപോലെ തന്നെ വൈറ്റ് കളറിൽ തന്നെ ഇരിക്കും, ഒട്ടും ബ്രൗൺ ഒന്നും ആവില്ല. കാണിച്ചു തരാം. കണ്ടോ, ബട്ടർ പേപ്പറൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. അതേപോലെ കുക്കായിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, നല്ല കേക്കല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. സാധാരണ പോലെ തന്നെ നല്ല സ്മൂത്തി കേക്കാണ്. മറ്റേ കേക്കും റെഡി ആയിട്ടുണ്ട്. രണ്ട് കേക്ക് നമ്മൾ അത്രയും ബാറ്ററിൽ ഉണ്ടാക്കി. കൊള്ളാവോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. ഹാവ് എ നൈസ് ഡേ. ബൈ.